ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പുള്ളി വന്നിട്ട് സംസാരിച്ച രണ്ട് സാധനങ്ങളുണ്ട്. അപ്പൊ പുള്ളി എന്തുകൊണ്ടൊരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു, സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചു. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? നമ്മളൊരാള് എംബാരസ്ഡ് ആയി ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവുക. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പുറത്തെ ആൾക്കാരുടെ അടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവർ ആരെയൊക്കെ ചീത്ത വിളിക്കണം, മൈൻഡ് ചെയ്യാതെ പോകണം. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അപ്പൊ അതൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഒരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാരും കാണല്ലേ. അപ്പൊ തലക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ, പാവം. കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിന്ന്. അപ്പൊ പച്ചക്കള്ളല്ലേ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. പുള്ളി തോളിനൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. അപ്പൊ ഇപ്പൊ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. പുള്ളി അതിന് കുറെ സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു.